Hey guys, assalamualaikum. Welcome back to my channel. So after 2 weeks I'm taking this vlog, I guess. പെരുന്നാൾ കഴിഞ്ഞിട്ട് എടുക്കുന്ന ഒരു വ്ളോഗാണ്. കുറച്ച് ബിസി ആയിരുന്നു, കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് yesterday I was scrolling എൻ്റെ യൂട്യൂബ് പേജ് എടുത്ത് ഞാൻ നോക്കണമായിരുന്നു. ഓ മൈ ഗോഡ്, അപ്പോൾ പെരുന്നാളിലായിരുന്നല്ലോ ഞാൻ വീഡിയോ ഇട്ടത്. സോ ഐ തോട്ട് ഇന്നലെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടാണ് ഉറങ്ങിയത് ഇന്ന് വീഡിയോ എടുക്കണമെന്ന്. ഇന്നത്തെ കോണ്ടന്റ് കുറച്ചുകൂടെ രസമായിരിക്കും, ബിക്കോസ് യൂഷ്വലി പീപ്പിൾ ഡു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, ബട്ട് ടുഡേ ഐ എം ഡൂയിങ് വാട്ട് മൈ ഹസ്ബൻഡ് ഈറ്റ് ഇൻ എ ഡേ. ബിക്കോസ് ആള് അറിയാലോ, കുറച്ച് മാസങ്ങളായിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട്. അതന്നെ അവിടെ പറഞ്ഞു. കിഡ്സ് ആർ റെഡി ടു ഗോ ടു സ്കൂൾ. ജനുവരി 10th സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് മുതൽ അന്നത്തെ ഇടയ്ക്ക് ഒരു എന്താ പറയാ 3 മാസം കറക്റ്റ് ഡയറ്റ് പോയി. ഷുഗറൊക്കെ കട്ട് ചെയ്തു. പിന്നെ അവിടുന്ന് കയ്യിൽ നിന്ന് പോയി ഡയറ്റ്. ഇന്ന് മുതൽ വീണ്ടും സ്ട്രിക്റ്റ് ഡയറ്റിലേക്ക്. അല്ല, പീപ്പിൾ മൈറ്റ് തിങ്ക് ദിസ് ഇസ് മാച്ച. ദിസ് ഇസ് നോട്ട് മാച്ച. ഇത് നമ്മളൊരു ഡീടോക്സ് ഡ്രിങ്ക് ആണ്, വിച്ച് കണ്ടെയ്ൻസ് കൊറിയാണ്ടർ ലീവ്സ്, മിന്റ് ലീവ്സ്, ലൈം ജ്യൂസ്, ജിഞ്ചർ, കുറച്ച് സൗത്ത്. ടേസ്റ്റ് അപ്പോ രാവിലെ എനിക്ക് വെള്ളം കുടിച്ചില്ലേ, ചൂടുവെള്ളം ഗ്ലാസ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈസ് ഡ്രിങ്കിങ് ദിസ്. അപ്പൊ നിങ്ങൾക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ് എടുക്കും, മിന്റ് ലീവ്സ് എടുക്കും, ലൈം ജ്യൂസ് എടുക്കും, ജിഞ്ചർ എടുക്ക്, അടിച്ച് കുടിച്ചോളൂ. ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മള് ഗട്ട് ഫുൾ ഡീടോക്സ് ചെയ്യും. പിന്നെ എന്ത് കൊടുത്താലും കുടിച്ചോളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. കമോൺ സൈഗു, എന്താ കഴിച്ചേ? ഫസ്റ്റ് വെള്ളം കുടിച്ച് എന്നിട്ട് റോബസ്റ്റ് കഴിച്ച് എന്നിട്ട് ഹെവി ആണല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എഗ് ബോയിൽഡ് എഗ്. സൈഗു ഇത് കുട്ടിനെ ഓവർ വെയിറ്റ് ആയിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മഷ്റൂം കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. എന്താണ് ഇപ്പൊ എത്ര 33 സ്റ്റാർട്ട് ചെയ്തു. 2.5 കിലോ കുറഞ്ഞ് 30 വരെ ഉണ്ട് ഇപ്പൊ. ഇന്നിപ്പോ എന്റെ കൂടെ വെയിറ്റ് നോക്കിയപ്പോൾ 30 വരെ ഒന്ന് ഒതുങ്ങി. ഇത് ഡെയിലി ചെറുതായിട്ടൊന്ന് കാർഡിയൊക്കെ ചെയ്യിപ്പിക്കും, സ്റ്റെപ്സ് ഒക്കെ എടുപ്പിക്കുന്നുണ്ട്. ബർത്ത്ഡേ ആകുമ്പോ നമ്മള് സൈഗിനെ കണ്ടോ, അത്യാവശ്യം ചുവന്നായിട്ട് ഫുൾ പൊളിക്കും നമ്മൾ. അപ്പോ ഇന്നത്തെ ഫുൾ ഡേ അങ്ങനെ ആയിരിക്കും ടിൽ നൈറ്റ്. ബേബി എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, അതായിരിക്കും ഇന്നത്തെ ഡേ. സോ ഇന്നലെ ഒരു മെസ്സേജ് കണ്ടായിരുന്നു, അറിയോ, എന്താ വർഷത്തെ വ്ളോഗ് ഇടാത്ത, ഈ റെയിനി സീസണിൽ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും വ്ളോഗ് കാണാൻ കുറച്ച് കോസി ഫീലായിരിക്കും വ്ളോഗൊക്കെ ഇടുന്നത്. അപ്പോൾ അവർക്കൊക്കെ ആ ഫീൽ ആവണത് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഇന്നത്തെ ഡേ തുടങ്ങാം അല്ലേ ഗൈസ്. ബ്രേക്ക്ഫാസ്റ്റിന് ഐ എം ടേക്കിംഗ് 1 പ്ലാന്റൻ ബനാന, ഏത്തപ്പഴ എടുക്കുന്നുണ്ട്. അത് ആക്ച്വലി ഇപ്പൊ ഇന്ന് മുതൽ ഡയറ്റീഷ്യൻ ഉണ്ട് ബേബിക്ക്. അതിനു മുമ്പ് ഞാൻ തന്നെയാണ് കൊടുത്തോണ്ടിരുന്നത്, ബിക്കോസ് ഐ ഹാവ് ബിറ്റ് ഐഡിയ. കുറച്ച് ഐഡിയാസ് ഉണ്ട് എന്ത് ഫുഡ് കൊടുക്കണം. ഐ വാച്ച് ലോട്ട്സ് ഓഫ് വീഡിയോസ് ആൻഡ് ഓൾ അതിനെപ്പറ്റി. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ഐഡിയാസ് ഉണ്ടായിരുന്നു. ആ ടൈപ്പാണ് ഞാൻ കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഇന്നലെ മുതൽ ഒരു ഡയറ്റീഷ്യൻ ഉണ്ട്. സോ ഷീസ് ടെല്ലിങ് അസ് എന്ത് കൊടുക്കണം, എങ്ങനെയാണെന്ന്, ബേബിയുടെ ബോഡി വെയിറ്റും ഇതൊക്കെ അനുസരിച്ചിട്ട്, വർക്കൗട്ട്സിന്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് 1 ബനാന ആൻഡ് 1 egg സോട്ട് ചെയ്ത് കൊടുക്കലാണ്. സോ സെയിം ഞാൻ കഴിക്കാന്ന് വിചാരിച്ചു. സോ ഐ ടേക്കിംഗ് 2 bananas and 2 egg, എനിക്കും ബേബിക്കുള്ളൂ. സോ യാ, ലെറ്റ്സ് മേക്ക് ഇറ്റ്. പോണ വഴിക്ക് ഒരു മർഡർ ചെയ്ത് പോണല്ല. എന്തിനാ കൊന്നത്? എന്തിനാ കൊന്ന? ഉറുമ്പാണ? കത്തിരുമ്പോ നിനക്കറിയോ, എപ്പോഴും കടിച്ചായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ സ്കൂളിൽ പോയപ്പോ. ഞാൻ പറഞ്ഞപ്പോ സൈബു പറഞ്ഞത്. സോ ദ ട്രിപ്പ് ബിഗിൻസ് ഗൈസ്. ഇറക്കാൻ പറ്റുമോന്നാ പ്രൊഫഷണൽ ഡ്രൈവറുടെ അടുത്ത് ചോദിക്കണേ. സുനു വന്നില്ലേ? എവിടെ സുനു? സുനു ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പൊ ഓക്കെ, പോയിട്ട് വരൂ, ബൈ.
കാണിക്കൂ, കാണിക്കാൻ. തിരിച്ച് കാണിച്ചു കൊടുക്കും. ബൈ സൈഗോ. ഇവിടെ നമ്മള് ഫ്രണ്ടില് സിറ്റ് ഔട്ടില് തന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ച് ടെറാക്കോട്ട പോട്ട്സിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച്. ഇവിടെ ആയിട്ടൊക്കെ ഒന്നും ഇല്ലാണ്ട് വെറുതെ പ്ലെയിൻ ആയിട്ട് കിടക്കും, എന്താ പോലെ ആയിരുന്നു, അങ്ങനെ സെറ്റ് ചെയ്ത. ഓക്കെ, അതെ ഇപ്പൊ ഇവര് പോണത് കാണിക്കുന്നത്. ബൈ ബൈ. നോക്കി പോ, ക്രോസ് ചെയ്യുമ്പോ നോക്കി ക്രോസ് ചെയ്യും. നിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണോ? എന്റെടാ, ഞാൻ വിചാരിച്ചു. ഓക്കെ ഓക്കെ. So at 8:15 we both are having our breakfast. ഇനെല്ലാം നേരത്തെ ആവണം. ബേബി പ്ലാന്റൻ ബനാന, ഐ മീൻ ഏത്തപ്പഴ കണ്ടപ്പോ തന്നെ ഇതാണോ തടി വെക്കൂലായിരുന്നോ, കഴിക്കേണ്ട അളവിൽ കഴിച്ചാൽ ഇറ്റ്സ് റിയലി ഗുഡ്, നല്ലതാണ്. ഞാൻ ആക്ച്വലി എപ്പോഴും വേറെ ടച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കി കൊടുത്തോണ്ടിരുന്നത്. കുറച്ച് വീക്സ് ആയിട്ട് വി ആർ ഫോളോയിങ് ദ ഡയറ്റ്. അപ്പോൾ വേറെ ടൈപ്പാണ് എൻ്റെ റെസിപ്പീസ്. ഇപ്പോൾ ഇന്നലെ മുതൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡയറ്റീഷ്യൻ ഉണ്ട്, അവർ തരുന്നതാണ് ഇനി ബേബി കൊടുക്കാൻ പോകുന്നത്. ഐ ഹോപ്പ് ഗുഡ് റിസൾട്ട് ഉണ്ടാവും ഇൻഷാല്ലാ. എൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ ഉണ്ടാവും. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വെക്കും, ബ്രെഡ് ടോസ്റ്റ് വെക്കും, അതിൽ എന്തെങ്കിലും ഫില്ലിങ്സ്, ഐ മീൻ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫില്ലിങ്സ് ഉണ്ടാക്കി വെക്കും, അങ്ങനെയൊക്കെയാണ്. ഇനി മുതൽ കുറച്ച് വെറൈറ്റി പിടിച്ച് നോക്കാം. സോ ഗൈസ്, സോനുവിന്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനിലാണ്. ഇഡ്ലി ആൻഡ് ചമ്മന്തി. ചമ്മന്തി കുടിക്കാമോ? അയ്യോ, ഇന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് എവിടെയും എത്തില്ല ഗൈസ്. കഴിച്ച ശേഷം നിങ്ങളുടെ വയറൊക്കെ കുഞ്ഞതായിട്ട് പിന്നെ ഫുഡ് കഴിക്കാനേ തോന്നാതെ നിങ്ങൾ മേലിഞ്ഞ് പോണെങ്കിൽ തരിച്ചു പോകും. അപ്പോ ഇപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എന്റെ കുഞ്ഞു വാവ എബ്ബു എണീച്ച് അവന് അവന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഈസ് ഹാവിങ് ഇറ്റ്. അപ്പോൾ അടുത്ത ഉച്ചക്കുള്ള പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. ചീര ഉലത്തുക. ഇതിലിട്ടപ്പോൾ പാത്രമിട്ടപ്പോൾ ഫുള്ളായിരുന്നു, എന്നിട്ട് ചുരുണ്ടിപ്പോയി. ഇന്നലെ വെച്ച ക്യാബേജ് തോരനുണ്ട്, കുറച്ച് ബാക്കിയുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതും ഇതും എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നും ഇല്ലെങ്കിൽ 2 ഐറ്റംസ് വെക്കും. എന്തായാലും ഇപ്പം മസ്റ്റായിട്ട് 2 ഐറ്റം വെജിറ്റബിൾസ് വേണം. അപ്പോൾ ഇപ്പോൾ ഒരൈറ്റം ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇന്ന് ഒരൈറ്റം ചീര ഉണ്ടാക്കിയാൽ മതി. പിന്നെ ഫിഷ് ഓർഡർ ആക്കിയിട്ടുണ്ട്. ഫിഷ് വരുമ്പോൾ ഫിഷ് കറി ആൻഡ് ഫിഷ് ഫ്രൈ. അതാണ് ഇന്നത്തെ ആഫ്റ്റർനൂൺ മെനു. So, Suhanita is ready to go to the hospital, guys. എന്തുപറ്റി? സോനൻ എന്തുപറ്റി? ഒരു ഫുൾ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചു. മൊത്തത്തിൽ എനിക്ക് വയ്യ ഗൈസ്, തടി കൂടി. മൊത്തത്തിൽ എനിക്കൊരു അൺഹെൽത്തി ഫീൽ. അപ്പൊ എല്ലാം ചെക്ക് ചെയ്യാന്ന് വെച്ചു. ഷുഗർ സ്വയം തോന്നി. ഇപ്പൊ നമ്മൾ കുറെ ആയി പറയണത്. എല്ലാം നോക്കി, കൊളസ്ട്രോൾ, ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം. എന്നിട്ട് സോനൻ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നതായിരിക്കും. എന്തൊക്കെയുണ്ടെന്ന് ഞാൻ തട്ടിപ്പോവാറായെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോ ദേ ബോത്ത് ആർ ഗോയിങ്. ഞാനും എപ്പോ ഇവിടെ ഇരിക്കും. എൻജോയ്. മെയ്ഡ് ഉണ്ട് ഇന്ന് മുതൽ, ഒരു ചേച്ചി ഉണ്ട്. അപ്പോ അതന്നെ ഞാൻ പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണോ. കാരണം ഞാൻ പോയി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തു. കാരണം എനിക്ക് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കൂടുതൽ കുറവുണ്ടെന്ന് നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നതായിരുന്നു. അപ്പൊ സോനുവിനും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ സോനുവിന് അങ്ങനെ എന്താ വെച്ചാൽ ഡയറ്റിന് വേണ്ടിയല്ലല്ലോ ടെസ്റ്റ് ചെയ്യണത്.
നോർമലി ബോഡിക്ക് എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് എന്തൊക്കെ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ എന്തായാലും സോനയായിരിക്കും ഡോക്ടർ most ഫിസിഷ്യനെ കണ്ടിട്ട് വേണം നമ്മള് ടെസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു എന്തായാലും ഡോക്ടർ മസ്റ്റായിട്ട് കാണുക, എന്നിട്ട് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം, അതായിരിക്കും പറ്റും. എനിവേ ഒരു ഗുഡ് ന്യൂസ് ആയിട്ട് വരൂ. ഐ മീൻ ഒന്നുമില്ല, ഓക്കെ ഗൈസ് ക്യാരി ഓൺ. സോ ഗൈസ് അങ്ങനെ ഇവര് ഹോസ്പിറ്റലൊക്കെ പോയി വന്നു. എന്തായിരുന്നു ഹോസ്പിറ്റൽ വിശേഷങ്ങൾ പറയാം? ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മള് അത്യാവശ്യം ബ്ലഡ് ടെസ്റ്റിനായിട്ടുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു, എക്സ്റേ ഒക്കെ എടുത്തു. എല്ലാം നോർമലാണ്, പ്രശ്നമൊന്നുമില്ല. പിന്നെ ബ്ലഡ് ടെസ്റ്റിന്റെ റിപ്പോർട്ടുമായിട്ട് ഇനി ഇപ്പൊ നാളെ രാവിലെ ഡോക്ടർ ഒന്നും കൂടെ കാണാൻ വേണ്ടി ചെല്ലണം. വലിയ കുഴപ്പമൊന്നുമില്ല, നോർമൽ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് പ്രശ്നം പ്രശ്നം ഇപ്പൊ ഇതാണ്. എന്നെ ഇരിക്കാൻ മാത്രമല്ല എന്നെ ബേബിയുടെ റീല് കാണാൻ മനസ്സിലാവും. പഠിച്ചോനെ ഇവിടെ നിന്ന് ഞാൻ ഇവിടെ ഇരിക്കണായിരുന്നു, അവിടെ നിന്ന് ഞാൻ വന്നാണ് അങ്ങോട്ട്. എന്നെ എന്തിനാണാവോ ഗൈസ് ഇങ്ങനെ ആക്കണേ? അവന് ഇത്ര സ്നേഹത്തിൽ ഞാൻ നോക്കണോണ്ടായിരിക്കും. വന്നുണ്ട് കേട്ടോ, ഓടി വന്നുണ്ട് അവിടെ നിന്ന്. എന്തിനാണ് അവന്റെ ഒരു മോഡ് ഓഫ് കളിയാണത്. അപ്പോ ഇവർ പോയതിനു ശേഷം ഇവിടെയുള്ള വിശേഷങ്ങൾ പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ നമുക്കൊരു ചേച്ചി ഉണ്ട് ഹെൽപ്പിന്. ഇപ്പം ഇന്ന് മുതലാണ് ജോയിൻ ചെയ്തത്. ചേച്ചി എന്നെ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത്. ഫ്രൈക്കുള്ള മസാല ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫ്രൈക്കുള്ള ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോനു ഫിഷ് കറി വെച്ചു. പിന്നെ ഞാൻ നേരത്തെ ഒരു ചീല ഉലർത്തിയത് കാണിച്ചായിരുന്നു. അതൊക്കെയാണ് ഇന്നത്തെ. പിന്നെ ഇന്നത്തെ കുറച്ച് ക്യാബേജ് തോരനും ഉണ്ട്. അതൊക്കെ ആയിട്ട് ഇന്നത്തെ ലഞ്ച് നമ്മൾ കഴിക്കും. പിന്നെ ബേബി ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഇതന്നെ പണി. എനിക്കിപ്പോ പേടിയാണ് അവന്റെ കാര്യത്തില്. ഫുൾ കുത്തിമറിയലാണ്. അപ്പോ എന്താ പറയാൻ പോയ അതന്നെ ബേബി ഒരു ഹാഫ് മാംഗോ കഴിച്ചായിരുന്നു. ആക്ച്വലി സ്കെഡ്യൂളിൽ ഉണ്ടായിരുന്നത് ഇന്ന് വാട്ടർമെലൺ കൊടുക്കാനാണ്. പക്ഷെ ഐ ഗേവ് ഹിം മാംഗോ ബിക്കോസ് വാട്ടർമെലൺ വാസ് നോട്ട് ദർ. അപ്പോൾ നാളെ വാട്ടർമെലൺ കൊടുക്കാം. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ടൈറ്റായിട്ട് പിടിക്കണം ബേബിയുടെ ട്രാൻസ്ഫോർമേഷൻ ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്യട്ടെ ബേബി? ഫുഡ് കഴിക്കാം അല്ലേ? ലഞ്ച് കഴിക്കാം. 1:30 ആയി. 1:30. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കണ്ടായിരുന്നല്ലോ, ഇറ്റ് വാസ് വെരി ലൈറ്റ് ആക്ച്വലി. അപ്പോൾ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തിട്ട് സോളിനെ ഫിഷ് കറി കാണിച്ചു തരാം. കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ട് നല്ല ആയതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം വെക്കാൻ പറഞ്ഞേ. ഈ പ്രാവശ്യം കുഴപ്പമില്ല. ഫ്രൈ ചെയ്യാം. ഓഫാക്കിക്കോ, വേവ് ഉണ്ടാവും ഇതിന്. അപ്പൊ ഇനി ഫ്രൈ ചെയ്യാം. അങ്ങനെ ഹസ്ബൻഡ് ഉച്ചക്ക് എന്താണ് കഴിക്കാൻ പോണെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ വലിയൊരു പണി കിട്ടി ഗൈസ്. ഞാൻ ബേബിയുടെ പ്ലേറ്റ് ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, അതിങ്ങനെ സെറ്റ് ചെയ്യണമായിരുന്നു. ഇന്നത്തെ മീൽ എന്ന് പറയുന്നത് ചപ്പാത്തി ആയിരുന്നു ലഞ്ച് ബേബിയുടെ സ്കെഡ്യൂളിൽ. അപ്പം ചപ്പാത്തി ഒക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ എന്റെ ഒക്കത്ത് എബ്രു ഇരിക്കുക. സോ ഹി വാസ് തിങ്കിങ് അവന്റെ പ്ലേറ്റ് ആണ് ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഹീസ് എ ചപ്പാത്തി ലവർ. ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് അവന്. അപ്പൊ അവന് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക അവന് കൊടുക്കാൻ പോണെന്ന്. എല്ലാം സെറ്റാക്കി ഞാൻ പ്ലേറ്റ് ടേബിൾ വന്ന് വെക്കുമ്പോൾ he started crying. No, oh shit, no എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കരയാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മ്യൂസിക്കിൽ വിട്ടത് ആ ക്ലിപ്പിൽ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ നിങ്ങൾ ഓൾറെഡി കണ്ട പോലെ ഫിഷ് ഫ്രൈ. സോ ഇന്ന് ഞാൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഐ ആം ലിറ്ററലി ക്രേവിംഗ് ആണ് എനിക്കിന്ന് ചോറ് കഴിക്കാൻ. കുറെ ദിവസത്തിന് ശേഷം ഈ ബോയിൽഡ് റൈസ് കഴിച്ചിട്ടില്ല നമ്മൾ. പൊന്നി റൈസാണ് ഇവിടെ ഇടാറുള്ളത്. സോ ടുഡേ ഐ തോട്ട് ലെറ്റ് മീ ഈറ്റ് ഈ ഒരു ചാറായിട്ട് ചീര അല്ലേ? ചീരയല്ലല്ലോ. ആൻഡ് ഇന്നലത്തെ ക്യാബേജ് തോരൻ. വന്നാ ചേട്ടൻ? ഇല്ലല്ലോ. ഉടുപ്പൂരി മീൻ. എന്തൊക്കെ പേരാണ് ഉടുപ്പൂരി ഫ്രൈ ഉള്ളതാണ് ഇവർക്ക്. ഇനി കോപ്പറേറ്റ് വർത്തിക്ക്. ഉടുപ്പൂരി മീനിന്റെ പേര് വേറെ. ഉടുപ്പ് ഊരി മീൻ. സോഫ്റ്റ് മീൻ നല്ല ഉണ്ട്. ഉടുപ്പൂരി മീൻ അടിപൊളി.
ഇതാണ് ഉടുപ്പൊരു മീൻ. അവിടെ കാണിച്ചാൽ നീ തിന്നോ? പിന്നെ വേണ്ട 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 വേണ്ട. ചിലപ്പോ മഞ്ഞണ്ട് കഴിയുമ്പോ തിന്നല്ലോ. കാണാം. ഓ മീൻ വേണം മോഡല്. ഞാനായിട്ട് വന്നേനെ. സോന് കുറച്ച് മുമ്പ് ദോശ കഴിച്ചോളൂ, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി വന്നിട്ടാ ദോശ കഴിച്ചത്. ബിക്കോസ് എംപ്റ്റി സ്റ്റൊമക്കിലായിരുന്നു പോകേണ്ടത്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഷുഗർ അതൊക്കെ നോക്കണ്ടേ? അപ്പോൾ ഇപ്പൊ ദോശ കഴിച്ചു. സോ ഷീ ഈസ് നോട്ട് ഹംഗ്രി. ഹംഗ്രി ആവുമ്പോ എടുത്ത് ഐ ആം എൻജോയിങ് ദ ഫുഡ്. കുറെ ദിവസത്തിന് ശേഷം ചോറ് കഴിക്കുമ്പോൾ ഫീലിംഗ് ഗുഡ്. ഉടുപ്പൂരി മീൻ നോക്കി. ബേബിക്ക് ഒരു വായ വേണോ ചോറ്? ആ ദേ. സോണി എന്നെ കാണിച്ചില്ലേ, ഇനി അത് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല. തിന്നൂല കണ്ടു കഴിഞ്ഞാ. ലുക്ക് ഈസ് നോട്ട് ഗുഡ്. നല്ല ടേസ്റ്റ് പറഞ്ഞു. ഇതുപോലെ വെള്ള ആവോലി പോലെ ഇരിക്കും പറഞ്ഞു ഏതാണ്ട്. പക്ഷെ ടേസ്റ്റ് ഇസ് നോട്ട് ലൈക്ക് ആവോലി. ടേസ്റ്റ് ആവോലി പോലെ അല്ല, ടേസ്റ്റ് നല്ല ടേസ്റ്റ്. സോഫ്റ്റ് ആയിട്ട് വേറൊരു ടച്ച് നല്ലുണ്ട്, എനിക്ക് ഇഷ്ടമായി. ഇത് ഉടുപ്പൂരി, പിന്നെ ലെതർ ജാക്കറ്റ് ഉടുപ്പൂരി. ഇത് ലെതർ ഉടുപ്പൂരി. ലെതർ ഉടുപ്പൂരി കറുത്തിരിക്കും. ബേബി ചോറായിരുന്നു കഴിക്കണ്ട ബേബി. ലെതർ ഉടുപ്പൂരി ഓക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ലെറ്റ് മീ എൻജോയ് മൈ ലഞ്ച്. സോ ഗൈസ്, അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വായില് സീഡ്സ് ഉണ്ട്, അതാണ്. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ മെയ്ഡ് ഒരു 3:30 ആകുമ്പോൾ പോയി. ഇപ്പൊ പിള്ളേരും വന്ന്, ബേബി കുറച്ച് ഉറങ്ങിയായിരുന്നു, ഇപ്പൊ എണീറ്റ്. ആൻഡ് ബേബിയുടെ ഇന്നത്തെ ഈവനിങ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ലൈം ജിഞ്ചർ ടീ ആണ്. പിന്നെ സീഡ് പംകിൻ സീഡ്സ് ഒരു 20, പിന്നെ ഒരു 3 വാൾനട്ട്സ് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ടീ. അപ്പോൾ ഇത് നമുക്ക് ഞാൻ അത് തന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉറക്കത്തിന് എണീറ്റ് നമ്മളെ പ്രകൃതി ഭംഗി ആസ്വദിച്ച്. വാട്ട് ഇസ് ദിസ്? എന്താണ് ഇന്ന്? എന്താണ് ഇന്ന്? ജിഞ്ചർ ലൈം ടീ ആൻഡ് ഇതുണ്ട്, സീഡ്സ് ഉണ്ട്, നട്ട്സ് ആൻഡ് സീഡ്സ് ഉണ്ട്. ഉള്ളിലിരുന്ന് കുടിക്കൂ, വരൂ. എന്താ സാധനോ? അതെ, കിളി പോയി തോന്നുന്നു ഉറക്കത്തിന്റെ എണീച്ചിട്ട്. ബയ്യം സ്റ്റീവിയെ. സ്റ്റീവിയ അല്ല, ഇതിൽ ഹനിയ. അങ്ങനെയില്ല, ഒരു ക്വാണ്ടിറ്റി വരെ ഇറ്റ്സ് ഫൈൻ. അപ്പോ ഞാൻ ഉള്ളിൽ പോയിട്ട് എന്റെ ജിഞ്ചർ ടീ കുടിക്കട്ടെ. ഹലോ, പ്രൊമോട്ട് ചെയ്യണ്ട. I'm not promoting honey. ഒരു ക്വാണ്ടിറ്റി വരെ ഇറ്റ്സ് ഗുഡ്. കുറേ ആവരുത്, അത്രേ ഉള്ളൂ. വാ ഉള്ളി പോവാ, ബാ. എന്താണ് ബിസി ആയിട്ട് ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കണം? ഞാൻ അവന്റെ കയ്യിലിരിക്കണ ഒരു പാംഫ്ലെറ്റിന്റെ ഏത് റെസ്റ്റോറന്റ് ആയിരുന്നു നോക്കണായിരുന്നു. പക്ഷെ അത് എടുത്തേന്ന് പറയാൻ ഫോണുണ്ടോ ഇപ്പൊ കഴിക്കാൻ? നോ, അടുത്തുള്ള ഒരു റെസ്റ്റോറന്റ് ആണ്, അത് ഏതാന്ന് നോക്കണായിരുന്നു. കൊടുക്കും ഉമ്മിക്ക്. ഉമ്മി ഡിന്നർ ഇന്ന് അവിടെ നിന്നാ കഴിക്കണേ. പാംഫ്ലെറ്റ് കൊടുക്ക്. എന്തോരോ ഷോർട്സ് ആണ് ഇവൻ നനക്കണേരിയോ. ഇന്ന് കഴിക്കാൻ കഞ്ഞി ചമ്മന്തി ഓക്കെ ആണോ ഗൈസ്? സ്കൂളിൽ നിന്ന് വന്നിട്ട് യൂണിഫോം പോലും ഊരിട്ടില്ല ഗൈസ്. എന്നിട്ട് എന്താ കഴിക്കാനുള്ളതെന്ന് എന്റെ മോനെ കണ്ടില്ല. എന്റെ മോനെ കണ്ടില്ല, സ്പൈഡർമാൻ. റെഡി ഒരു പ്രൊഫഷണൽ ആയിട്ട് പോണം. വീട്ടിലുള്ള ഡ്രസ് ഒന്നും ഇടരുത്. റെഡി ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നമ്മൾ പോണം. മോഡലിൽ പോണം. കഴിക്കും. യൂണിഫോം ഇട്ടാലേ ആ ഒരു ഫീൽ ഇട്ടുള്ളൂ, പഠിക്കാനുള്ള ഒരു വൈബ്. നോട്ട് ദ പോയിന്റ് ഗൈസ്. മുങ്ങി ഗൈസ്, അവൾ മുങ്ങി. വൈബ് നോക്കി നടക്കുന്നത്. യെസ്, ഗൺ. ബുള്ളറ്റ്സ് എവിടെ? ബുള്ളറ്റ്സ് ഇല്ല. ഓ ഗൈസ്, അപ്പൊ ഞാൻ ജിഞ്ചർ ടീ കുടിക്കട്ടെ. അപ്പോ ജിഞ്ചർ ടീ ഒക്കെ കുടിച്ച് അപ്പോൾ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് താഴെ പോവും. ബേബി ജിമ്മിലോട്ട് പോയി. ഇറ്റ്സ് 5 റൈറ്റ് നൗ. കിഡ്സ് ട്യൂഷന് പോയി. എബ്രു ഉറങ്ങി. എബ്രു ഒരു ഉച്ച കഴിയുമ്പോൾ ഉറക്കപ്പിച്ചായിരിക്കും. പിന്നെ ഹിൽ ജസ്റ്റ് പ്ലേ അങ്ങനെയൊക്കെ ആയിട്ട് ടൈം പോവും. അപ്പോൾ ഇപ്പോൾ ഉറങ്ങി അവന് ടയർഡായിട്ട്.
അപ്പോൾ എനിക്ക് നല്ല റൈറ്റ് ടൈമിങ്സ് ആണ്. അവൻ ഉറങ്ങിയപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ കുറച്ചുകൂടെ കംഫർട്ടായിരിക്കും. അല്ല എൻ്റെ മേത്തോട്ട് വന്ന് കയറും. അവൻ ഉറങ്ങാത്തപ്പോഴും ചെയ്യാറുണ്ട്, പക്ഷെ കുറച്ചുകൂടെ കംഫർട്ടബിളി അവൻ ഉറങ്ങിയപ്പോഴായിരിക്കും എനിക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഡേ ആണ്, ലെഗ് ഡേ ആണ് ഗൈസ്. ഒരുപാടായിപ്പോവും. അപ്പോൾ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, യെസ്, ദിസ് ഇസ് മൈ സ്പേസ്. ഹായ്, ഇവിടെ ഒരു മിറർ ഉണ്ട്, ഇവിടെ ഒരു മിറർ ഉണ്ട്. സോ നമുക്ക് വർക്കൗട്ട് ചെയ്ത് വന്ന് കാണാം ഗൈസ്. ഞാനിപ്പോൾ ഒരു 3 ഐറ്റം ചെയ്ത് സൂമോ വാമപ്പ് കഴിഞ്ഞിട്ട് സൂമോ സ്ക്വാട്ട് ചെയ്ത് ഹിപ്പ് ത്രസ്റ്റ് ചെയ്ത് പിന്നെ ഒരു മെഷീനിലുള്ള കാലിൻ്റെ ബാക്കിനുള്ള വർക്കൗട്ട് ചെയ്ത് ഇനി 2 ഉണ്ട്. ബൾഗേറിയൻ സ്പ്ലിറ്റ് സ്ക്വാട്ട്സ് ഉണ്ട്, RDL ഉണ്ട്. അത് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് അവസാനിക്കും. ഇപ്പം തന്നെ കിളി പോയ ഫീലാണ്. എപ്പോഴും എനിക്ക് ലെഗ് ചെയ്യുമ്പോൾ കിളി പോയ ഒരു ഫീലാണ്. ഞാൻ വിചാരിച്ചു ഒരു 2 മിനിറ്റ് ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിക്കാം. അതിൻ്റെ ഇടയിൽ പോയി ഹെബ് വന്നിട്ടാന്ന് നോക്കി. എൻ്റെ റൂമിൻ്റെ ഇപ്പോഴത്തെ തന്നെയാണ് വർക്കോളെല്ലാം നമ്മൾ ജിം സെറ്റാക്കിയിട്ടുള്ളത്. ഹെബ് വന്നിച്ചിട്ടില്ല, AC ഇട്ടാണ്, നല്ല ഉറക്കമാണ്. അപ്പോൾ ബെഡ്റൂമിൻ്റെ റൂമൊക്കെ തുറന്നിട്ടിട്ടാണ് ഞാൻ വന്നത്. സൊട്ടി ദിസ് ഇസ് ജിം. ഇതിൻ്റെ അപ്പുറത്ത് റൂം, അറിയാലോ. വെബ് കരഞ്ഞ പോലെ കേൾക്കും. ഓക്കെ, വിൽ മൂവ് ടു ദ നെക്സ്റ്റ്. ഇനി നമുക്ക് വർക്കൗട്ട് കഴിഞ്ഞിട്ട് കാണാം. വെഹിക്കിൾസ് ഒക്കെ പോകുന്നുണ്ട്. യെസ് ഗൈസ്, ഞാൻ വിചാരിച്ചു എൻ്റെ വർക്കൗട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോലും ആവതുണ്ടാവൂലെന്ന്. പക്ഷെ അങ്ങനെ ഒന്നുമില്ല. അല്ല, ഐ എം ഫീലിംഗ് ഗുഡ്. ഐ ലുക്ക് അറ്റ് ദാറ്റ് ഗ്ലോ ആഫ്റ്റർ ദ വർക്കൗട്ട്. വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ, യുനോ, മെന്റലി. അത് ഞാൻ ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് യു വിൽ ബി നോട്ട് നോയിങ് ദാറ്റ്. ജിമ്മിൽ പോയി വന്നിട്ട് പ്രാന്ത ട്രെഡ്മില്ല് ഓടിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ എന്റെ കഴിഞ്ഞു. സോ അവനാ ടേക്ക് ബാത്ത്. ഒരു കുളിയൊക്കെ കഴിഞ്ഞതായി. നീ ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ 2-3 കുളിയൊക്കെ കഴിയും. അപ്പൊ ഇപ്പൊ എനിക്ക് അസർ നിസ്കരിക്കണം. ഞാൻ 5 ഐറ്റം ചെയ്തു. അതല്ല, ഉച്ച നിസ്കരിക്കാൻ വേണ്ടി കുളിച്ചതാണ്. അപ്പൊ ഇപ്പൊ മേലൊന്നും കഴുകി അസർ നിസ്കരിക്കണം. അപ്പൊ എബ്ബു ജസ്റ്റ് ഒന്ന് എസർത്തായി. ഞാൻ തട്ടി കൊടുത്തപ്പോ വീണ്ടും കിടന്നിട്ടുണ്ട്. സോ നമ്മളെ സ്റ്റോറി ഒക്കെ കഴിച്ച അതിലൊക്കെ നമ്മൾ ഒരു സാധനം ഇടാറില്ല വർക്കൗട്ട് ചെയ്യണ. സ്റ്റോറി ആവട്ടെ, വ്ളോഗ് പിന്നെ ഫുൾ ഡേ ചെയ്തിന്ന്. അപ്പോൾ ഐ തോട്ട് നിങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പാവം മെസ്സേജ് ചെയ്തോണ്ടിരിക്കുന്നത്. സോ ഐ തോട്ട് എടുക്കാം, ഡെയിലി എന്തൊക്കെയാ കാണിക്കാം നമ്മൾ ചെയ്യണ സംഭവങ്ങളൊക്കെ. റെയിനി സീസണിലൊക്കെ ഇരുന്ന് കാണാൻ ഭയങ്കര രസമെന്നാ പറയണ എല്ലാവരും. ഇങ്ങനെ കോസി വൈബിലിരുന്നിട്ട് മഷുത്തര വ്ളോഗൊക്കെ കാണാൻ. സോ അതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുക്കണം. കോസി വൈബ്. വയ്യേ ചേട്ടാ, ഇന്ന് ഡിന്നർ എന്താണെന്നറിയോ? ജസ്റ്റ് ഒരു സ്മൂത്തി മാത്രമേ ഉള്ളൂ. ഫാറ്റ് ബേണിന്റെ ആണ് ഇപ്പൊ ആദ്യത്തെ ഒരു മന്ത് ബേബിക്ക്. അപ്പോ ലെറ്റ് മീ ഗോ ആൻഡ് ഫ്രഷ്നം, എന്നിട്ട് അസർ നിസ്കരിച്ചിട്ട് കാണാം നമുക്ക്. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഒരു അടിപൊളി വ്ലോഗ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. സ്റ്റേ ട്യൂൺ. ഞാൻ വീട്ടിൽ കുറച്ച് റെസ്റ്റ് ആക്കട്ടെ. അപ്പോൾ നമുക്ക് നാളെ കാണാം അല്ലേ? ഇൻഷാല്ലാ. ബൈ.